കാര്യം പറയേണ്ടത്. ഒരു സംഗീത സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് 2 സിനിമകളും എൻ്റെ ഏറ്റവും കൂടുതൽ ഇൻവോൾവ്മെൻറ്റോടെ കമ്മിറ്റ്മെൻറ്റോടെ ചെയ്ത് ഫലിപ്പിക്കണം എന്ന ആഗ്രഹമുള്ള ആളാണ്. അത് എസ്പെഷ്യലി ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹോളിവുഡ് മാതിരി ഒരു ചിത്രത്തിൽ നമ്മുടെ അതിൻ്റെ സ്കിൽ സെറ്റ് വളരെ ഡിഫറെൻ്റാണ്. സോപാനം മാതിരി ഒരു സിനിമയിൽ അതിൻ്റെ സ്കിൽ സെറ്റ് ഡിഫറെൻ്റാണ്. പക്ഷെ ഞാനും കൂടി ഉൾപ്പെട്ട ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് സോപാനം എന്നുള്ള സിനിമ. അപ്പോൾ നാച്ചുറലി എൻ്റെ ഇൻക്ലിനേഷൻ, ഇപ്പം ഞാനൊരു ഡ്രാക്കുളയ്ക്ക് ഒരു പാട്ട് ഞാൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എനിക്കറിയാം എന്നേക്കാൾ മികച്ച, ഇപ്പം ഞാൻ അന്ന് എനിക്ക് ഓസ്കാർ കിട്ടാത്തത് എന്താ, അതും കൂടി ഉണ്ടല്ലോ. അന്ന് തന്നെ എനിക്കറിയാം, അന്ന് അവാർഡ് കിട്ടിയത് അഡൽ പാടിയിട്ടുള്ള സ്കൈഫാൾ എന്നുള്ള പാട്ടിനാണ്. അതൊരു ഗംഭീര കോമ്പസിഷനാണ്. അപ്പോൾ എനിക്ക് ഒരു മാസ്റ്ററി, എനിക്ക് ഒരു എക്സലൻസിലേക്ക് എത്താനുള്ളൊരു യാത്ര ഒരുപക്ഷെ ഇംഗ്ലീഷ് സിനിമകളിൽ ഇനിയും എനിക്ക് യാത്ര ചെയ്യാനുണ്ടാവും. അതിൽ ഒരു 5 സ്റ്റെപ്പെങ്കിലും മുകളിലാണ് ഞാൻ ഒരു കേരളീയ പശ്ചാത്തലത്തിൽ ഒരു ഗാനം ചെയ്യുമ്പോൾ. കാരണം എനിക്ക് ഇതുവരെ ചെയ്തിട്ടുള്ള മാസ്റ്റേഴ്സിൻ്റെ എനിക്കറിയാം ഞാൻ ഇതിൽ നിന്ന് എത്ര വ്യത്യാസമായിട്ട് എനിക്ക് ചെയ്യാൻ സാധിക്കും, എൻ്റെ എളിയ ശ്രമം കൊണ്ട് എനിക്ക് എത്ര മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു ഏകദേശ ധാരണ എനിക്കുണ്ട്. അതെനിക്ക് അവിടെ ഉണ്ടാവില്ല, ഞാനൊരു ഇംഗ്ലീഷ് ഗാനം ചെയ്യുമ്പോൾ ഉണ്ടാവില്ല. കാരണം എങ്ങനെ പോയാലും എത്ര നമ്മൾ ശ്രമിച്ചാലും ഒരു 100 പാട്ടിൽ കൂടുതലൊന്നും ഞാൻ ഇംഗ്ലീഷ് പാട്ടുകൾ കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ കേൾക്കുന്നതും സിനിമ, അതായത് ഇംഗ്ലീഷ് സിനിമ കാണുന്നതും അതിൽ വേണ്ടി വർക്ക് ചെയ്യുന്നതിൽ ഭയങ്കര വ്യത്യാസമാണ്. അപ്പോൾ അന്ന് ഞാൻ എൻ്റെ പേരിൻ്റെ കൂടെ ഹാൻസ് സിമ്മറിൻ്റെ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഹാൻസ് സിമ്മറിൻ്റെ സ്പൈഡർമാനും സൂപ്പർമാനും കണ്ട് വളർന്നിട്ടുള്ള ആളാണ്. അപ്പോൾ അവരുടെ ഗ്രാൻഡർ എനിക്കറിയാം. അതിൻ്റെ ഒരു 7 അയൽവക്കത്ത് എനിക്ക് എത്താൻ സാധിക്കില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ അവരുടെ കൂടെ നമ്മുടെ പേര് വരുമ്പോൾ ദൈവത്തിനോട് നന്ദി എന്നല്ലാണ്ട് എനിക്കൊന്നും പറയാനില്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ മലയാള സംഗീതത്തിന്, മലയാള ശാസ്ത്രീയ സംഗീതത്തിന് ഏകദേശം നമ്മളിപ്പോൾ ഒരു 500 പാട്ടെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടാവും മലയാള സിനിമയിൽ. അപ്പോൾ ആ ഗാനത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ വ്യത്യസ്തത കൊണ്ടുവരണം, അതും ഇതുമാതിരി ഒരു ശാസ്ത്രീയ സംഗീതത്തിൻ്റെ അല്ലെങ്കിൽ ശാസ്ത്രീയ കലകളുടെ പശ്ചാത്തലത്തിൽ ഞാൻ പ്രവർത്തിക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ കോൺട്രിബ്യൂഷൻ കുറച്ചുകൂടി ഭംഗിയായിട്ട് ഇംപ്രിൻറ്റ് ചെയ്യാൻ സാധിക്കും. നാച്ചുറലി എൻ്റെ തൃപ്തിയും അതിൽ തന്നെയായിരിക്കും. ഞാനതിൽ തൃപ്തിയില്ല. എനിക്ക് തൃപ്തിയില്ല എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടോ കൊണ്ടല്ല, എനിക്കതിൽ എൻ്റെ മാസ്റ്ററി അതിലല്ല എന്നുള്ളത് എനിക്കറിയാം. ഒരാൾക്ക് റെക്കഗ്നിഷൻ കിട്ടുന്നത് ഒരുപക്ഷെ അയാളുടെ കഴിവുകൊണ്ട് മാത്രമല്ല, ചിലപ്പോൾ കാലമായിരിക്കും അതിനുള്ളൊരു ഉത്തരം തരിക. എന്നെ സംബന്ധിച്ച് എൻ്റെ കമ്മിറ്റ്മെൻറ്റ് മുഴുവൻ എൻ്റെ വർക്കിലാണ്. എൻ്റെ എക്സലൻസ്, എൻ്റെ ക്രിയേറ്റീവ് എനർജി മുഴുവൻ ഞാൻ ചിലവാക്കുന്നത് ഞാൻ ചെയ്യുന്ന പ്രോഡക്റ്റിലാണ്. പിന്നെ ആളുകൾ അതിൽ എന്നോട് ഇത് നന്നായി എന്ന് പറയുമ്പോൾ അത് സന്തോഷമുണ്ട്. അറ്റ് ദ സെയിം ടൈം അതിപ്പോൾ ഒരു വർക്ക് കഴിഞ്ഞു, ഇപ്പോൾ ലണ്ടൻ ബ്രിഡ്ജ് ഒരു സിനിമ, ലണ്ടൻ ബ്രിഡ്ജിലെ പാട്ടുകൾ ഞാൻ ചെയ്തിട്ടായിരുന്നു. ഷാനിൻ്റെ ഒരു നല്ല പാട്ട് ഇതിലുണ്ട്, പക്ഷെ അത് ഒരുപക്ഷെ ആരും കേട്ടിട്ടില്ല. അപ്പം ഞാനിനി അത് ആലോചിച്ചിരുന്ന് വലിയ കഷ്ടമായില്ലേ, ഞാൻ ആരോടാ പരാതി പറയുക? അങ്ങനെ നമ്മൾ നമ്മുടെ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ആർട്ടിനോട് മാത്രമായിരിക്കണം. ഞാൻ ആളുകളോട് കലഹിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആളുകൾ എന്നെ എന്തിനാണ് റെക്കഗ്നൈസ് ചെയ്യാത്തതെന്നുള്ള കലഹം എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ പിന്നെ എൻ്റെ ക്രിയേറ്റീവ് എനർജി അല്ല വർക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ശത്രുതയും ഞാൻ എങ്ങനെ ഇതിൻ്റെ മുമ്പിലേക്ക് ഓടിച്ചാടി കയറി വരണം എന്നുള്ള ചിന്തയും മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഞാൻ തയ്യാറല്ല. എൻ്റെ മനസ്സങ്ങനെ അനുവദിക്കുന്നില്ല. ആളുകളെയൊന്നും ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. റെക്കഗ്നിഷൻ വിൽ കം. അത് ഒരുപക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതുമാതിരിയുള്ള ഇപ്പോൾ ഡാനി ബോയിലിൻ്റെ സിനിമകൾ, സ്ലം ഡോഗ് മില്ലിയനർ, എത്രയോ വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് ഒരു ഓസ്കാർ കിട്ടുന്നത്. അതേമാതിരി ഇപ്പോൾ തോമസ് ന്യൂമൻ, അലക്സാണ്ടർ ഡിസ്പ്ല, ഇവരെയൊക്കെ വലിയ സംഗീതജ്ഞരാണ്. ഹാൻസ് സിമ്മറിനോളം നിൽക്കുന്ന സംഗീതജ്ഞരാണ്. അവർക്കൊന്നും ഇതുവരെ ഒരു ഓസ്കാർ കിട്ടിയിട്ടില്ല. എന്ന് വെച്ചാൽ അവരുടെ വർക്ക് മോശമൊന്നും അല്ലല്ലോ, അവരുടെ വർക്ക് ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ റെക്കഗ്നിഷൻ ചിലപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും വരും. ചിലർക്ക് നേരത്തെയും വരും.
എൻ്റെ ഒരു അടുത്ത സുഹൃത്തായിട്ടുള്ള മോഹൻ രാഘവൻ ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു. ദാസൻ ചെയ്ത മോഹൻ, നമ്മളെ അംഗീകരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന ഭാഗങ്ങളിലാവുന്നതാണ് എപ്പോഴും നല്ലതെന്നുള്ളത്. അത് വളരെ ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ട്. കാരണം നമ്മുടെ ആ ഗ്രോത്തിൽ, ആ യാത്രയിൽ നമുക്ക് ഏറ്റവും അവസാനം കിട്ടുന്ന തൃപ്തിയും, ഇത്രയും വർക്കുകൾ നമ്മൾ ചെയ്തു എന്നുള്ളതിൻ്റെ തൃപ്തിയും ഒരു സാറ്റിസ്ഫാക്ഷനും, അല്ലെങ്കിൽ അത് നമ്മുടെ തലയ്ക്ക് ഒരു അഹങ്കാരം സൃഷ്ടിക്കാത്ത അവസ്ഥയിലേക്ക് ഇത് കൊണ്ടുവരാനുള്ള നമ്മുടെ പ്രയത്നം എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു മെച്യൂർ സ്റ്റേജിൽ വരുമ്പോഴേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ എൻ്റെ ലോകവുമായിട്ട് വളരെയധികം ഹാർമോണിയസ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ആളാണ്. എനിക്ക് ചുറ്റുമുള്ള ലോകം വളരെ സൗന്ദര്യവും സന്തോഷപ്രദവുമായിട്ടുള്ളൊരു ലോകമാണ്. ഇപ്പോഴത്തെ സിനിമയിൽ നമ്മൾ വെദർ യു വാണ്ട് എ ഗുഡ് സൗണ്ടിങ് ഓർ വെദർ യു വാണ്ട് എ ഗുഡ് സോങ്, ഇതാണ് പ്രധാനമായിട്ടുള്ള ചോദ്യം. നിങ്ങൾക്ക് പല സമയത്തും നമ്മളെ ആവശ്യപ്പെടുന്നത് നല്ല പാട്ടല്ല, ഹൗ ടു സൗണ്ട് ഡിഫറെൻറ്റ്. നിങ്ങൾ ഡിഫറെൻ്റായിട്ട് സൗണ്ട് ചെയ്യണം, ശബ്ദത്തിൽ ഡിഫറെൻ്റ് ആയിരിക്കണം. നിങ്ങൾ കേൾക്കുന്ന വയലിൻ, നിങ്ങൾക്ക് ഈ വയലിനല്ലാതെ ഈ വയലിൽ നിന്ന് വേറെ എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ചോദിക്കണത്. ചെണ്ടയ്ക്ക് ശ്രുതി ചേർക്കാമോ എന്നാണ് ചോദിക്കുന്നത്. ചെണ്ടയ്ക്ക് ശ്രുതി ചേർക്കാൻ പറ്റില്ല. അപ്പോൾ സൗണ്ടിങ് ആണ്. അപ്പോൾ സിനിമയിൽ സൗണ്ടിങ് ഡിഫറെൻ്റ് ആവണം. അതുമാതിരി സിനിമയുടെ ലൊക്കേലനുസരിച്ച് നിങ്ങളുടെ സംഗീതം മാറണം. ഇപ്പോൾ സന്യാസിനി എന്നുള്ള പാട്ട് പാടിയിട്ട് സ്വിറ്റ്സർലൻഡിൽ പോകാൻ പറ്റില്ല. കാരണം ആ വിഷ്വലിന് വേണ്ട ഒരു സംഗീതമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ പിന്നെ എന്ന് നമ്മൾ പാടേണ്ടി വരും. ഇപ്പോൾ ഒരു സംഗീത സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് ഞാനും അത് ചെയ്യേണ്ടി വരും. ബിക്കോസ് സിനിമ ആത്യന്തികമായി അതിൻ്റെ സംഗീതം ഒരു ഫങ്ഷണൽ സംഗീതം മാത്രമാണ്. നിങ്ങൾക്ക് സംഗീതത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡു ഇറ്റ് സെപ്പറേറ്റ്ലി. അത് കർണാടക സംഗീതമുണ്ട്, ഹിന്ദുസ്ഥാനി ഉണ്ട്. കണ്ടംപററി സംഗീതം അൺഫോർച്ചുനേറ്റ്ലി നമുക്കൊരു സ്ട്രീമില്ല. ഇപ്പോൾ വെസ്റ്റിലാണെങ്കിൽ അങ്ങനെയെങ്കിലും ഉണ്ട്. നമ്മുടെ മ്യൂസിക് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് സിനിമയേക്കാൾ വലിയ ഇൻഡസ്ട്രിയാണ് അമേരിക്കയിൽ. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല. നമ്മുടെ ഒരു സംഗീതജ്ഞനോ അയാളുടെ കരിയർ മുഴുവൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അൺഫോർച്ചുനേറ്റ്ലി സിനിമയിലാണ്. ഇപ്പോൾ അരിജിത് സിംഗ് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സിംഗറാണ്. ആർക്കാ അറിയാം അയാളിപ്പോൾ? അരിജിത് സിംഗ് എന്ന് പറയുന്ന ഒരു 5 കൊല്ലം മുമ്പ് ഹിന്ദിയിൽ വന്നിട്ടുള്ളതാണ്. ഈ ഇടയ്ക്ക് ആഷിക്കി 2 വന്നപ്പോഴാണ് അരിജിത്തിനെ എല്ലാവരും കേൾക്കാൻ തുടങ്ങിയത്. അതുമാതിരി ഒരു റെൻഡിഷൻ ഹരിഹരന് ശേഷം അങ്ങനെ ഒരു റെൻഡിഷൻ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ രാംലീലയിൽ അരിജിത്ത് പാടിയിട്ടുണ്ട്. ഇപ്പോൾ അരിജിത് സിംഗിനെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്താ വെച്ചാൽ, റെൻഡിഷന് സ്കോപ്പുള്ള ഗാനങ്ങൾ വരുമ്പോഴാണ് സിംഗറിനെ നോട്ടീസ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ സംവിധായകനെ നോട്ടീസ് ചെയ്യപ്പെടുന്നത്. പക്ഷേ ഭൂരിഭാഗം പാട്ടുകളും അങ്ങനെയല്ല. ആവശ്യമേ അതല്ല. നിങ്ങൾ നന്നായി പാടിയോണ്ട് കാര്യമില്ല. ബിക്കോസ് ദ ഹോൾ സിറ്റുവേഷൻ ഇസ് ഡിഫറെൻറ്റ്.